ഇത്തവണത്തെ ഓണം വെള്ളത്തിലാകുമോ എന്ന ആശങ്കയിലാണ് മലയാളികൾ. കാരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് കനത്ത മഴയാണ് പ്രവചിച്ചിട്ടുള്ളത്. ബംഗാൾ ഉൾക്കടലിൽ പുതിയതായി രൂപപ്പെടുന്ന ചക്രവാത ചുഴിയും വടക്കുകിഴക്കൻ മധ്യപ്രദേശിന് മുകളിലുള്ള ന്യൂനമർദ്ദവുമാണ് സംസ്ഥാനത്ത് വീണ്ടും കാലവർഷം കനക്കാൻ കാരണമായിരിക്കുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തുടർച്ചയായ പെയ്ത്തുണ്ടാകില്ല, മറിച്ച് പെട്ടെന്ന് പെയ്തു തിമിർക്കുന്ന ശക്തമായ ഇടവേള മഴയ്ക്കാണ് സാധ്യതയെന്നും കാലാവസ്ഥാ വിദഗ്ധർ പ്രവചിക്കുന്നുണ്ട്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പ്രകാരം വരും ദിവസങ്ങളിൽ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കൻ മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ജാഗ്രതയുടെ ഭാഗമായി യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെയുള്ള കനത്ത മഴ ലഭിക്കുമെന്നാണ് പ്രവചനം. അതേസമയം വരും ദിവസങ്ങളിൽ വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. 23-ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 24-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. 25-ന് കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നിവിടങ്ങളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർച്ചയായ പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാളിക്ക് ഈ ഓണം പ്രത്യാശയുടെയും അതിജീവനത്തിന്റെയും പ്രതീകമാണ്. ഉത്രാടപ്പാച്ചിലിനും തിരുവോണ നാളിലെ പൂക്കളങ്ങൾക്കും വിരുന്നുകാർക്കും മഴ പൂർണ്ണമായി തടസ്സമാകില്ലെങ്കിലും അപ്രതീക്ഷിതമായി എത്തുന്ന വില്ലനാകാൻ മഴയ്ക്ക് സാധ്യമാകും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടവ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ, എറണാകുളം മുനമ്പം മുതൽ മറുകാട് വരെ, തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെ, മലപ്പുറം കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെ, കോഴിക്കോട് ചേമ്പല മുതൽ രാമനാട്ടുകര വരെ, കണ്ണൂർ വളപട്ടണം മുതൽ ന്യൂ മാഹി വരെ ജില്ലകളിലെ തീരങ്ങളിലാണ് ഇന്ന് പകൽ 8:30 വരെ 1.0 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് പകൽ 5:30 വരെ 1.4 മുതൽ 1.5 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. അതുകൊണ്ട് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രതാ മുന്നറിയിപ്പ് പാലിക്കണം. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.